കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടയിൽ 30-ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സീഷെൽസ് നൽകിയ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ, ഇന്തോനേഷ്യയുടെ ബിന്താങ് അതിപൂർണ, സ്ലോവാക്യയുടെ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് എന്നിവ ഇതിൽ ചിലത് മാത്രമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയധികം വിദേശ ബഹുമതികൾ ലഭിക്കുന്നത് ഇതാദ്യമായാണ്. ഭരണകക്ഷിയും അനുകൂലികളും ഇതിനെ ആഗോളതലത്തിൽ ഇന്ത്യയുടെയും മോദിയുടെയും വളരുന്ന സ്വീകാര്യതയുടെ തെളിവായി ഉയർത്തിക്കാട്ടുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളെ തികച്ചും വിമർശനാത്മകമായാണ് വിലയിരുത്തുന്നത്. ഈ പുരസ്കാര പ്രവാഹം കേവലം നയതന്ത്ര വിജയമാണോ അതോ ആസൂത്രിതമായ ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമാണോ എന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ പ്രകാരം ഈ പുരസ്കാരങ്ങളിൽ പലതിന്റെയും വിശ്വാസ്യതയും ഉദ്ദേശവും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. ഉദാഹരണത്തിന്, സീഷെൽസ് മോദിക്ക് നൽകിയ പുരസ്കാരം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് മാത്രമാണ് അവിടുത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചത്. അത്രമേൽ ധൃതി പിടിച്ച് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അതിന്റെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റിൽ രാജ്യത്തിന്റെ പേര് പോലും തെറ്റായാണ് രേഖപ്പെടുത്തിയത്. സീഷെൽസിന്റെ ഔദ്യോഗിക നാമമായ റിപ്പബ്ലിക് ഓഫ് സീഷെൽസ് എന്നത് സർട്ടിഫിക്കറ്റിൽ തെറ്റായാണ് അച്ചടിച്ചത്. റിപ്പബ്ലിക് എന്ന വാക്കിൽ ഒരു ബി അധികവും സീഷെൽസ് എന്ന വാക്കിൽ ഒരു ഇ അധികവും ഉണ്ടായിരുന്നു. മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വളരെ ധൃതി പിടിച്ച് തയ്യാറാക്കിയത് കൊണ്ടാണ് ഇത്തരമൊരു ഗുരുതര വീഴ്ച സംഭവിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇതിനെ പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ സീഷെൽസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. പുറത്തുവന്ന ചിത്രം സർട്ടിഫിക്കറ്റിന്റെ അവസാന രൂപമല്ലെന്നും അത് ഒരു വർക്കിംഗ് ഡ്രാഫ്റ്റ് അഥവാ താൽക്കാലിക പകർപ്പ് മാത്രമായിരുന്നു എന്നുമാണ് അവർ വ്യക്തമാക്കിയത്. സമാനമായി ഇസ്രായേൽ നൽകിയ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡലും മോദിയുടെ സന്ദർശന വേളയിൽ മാത്രം പെട്ടെന്ന് രൂപീകരിച്ച ഒന്നായിരുന്നു. ചരിത്രപരമായ പാരമ്പര്യമോ ആഗോള അംഗീകാരമോ ഇല്ലാത്ത ഒരു പ്രത്യേക നേതാവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് മാത്രം പെട്ടെന്ന് നിർമ്മിക്കപ്പെടുന്ന ഇത്തരം പുരസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ആചാരപരമായ ഒരു വഴിപാട് മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പുരസ്കാര രാഷ്ട്രീയത്തിന് പിന്നിൽ വിദേശ രാജ്യങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുമായ ഇന്ത്യയെ പിണക്കാതിരിക്കാൻ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുടെ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചെറിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നയതന്ത്ര കരാറുകളോ ആനുകൂല്യങ്ങളോ നൽകാതെ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായയെ പ്രകീർത്തിക്കുന്ന ഇത്തരം പുരസ്കാരങ്ങൾ നൽകി ഇന്ത്യയെ തൃപ്തിപ്പെടുത്താനാണ് വിദേശ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. നയതന്ത്രത്തിൽ ഇതിനെ ട്രാൻസാക്ഷണൽ ഡിപ്ലോമസി എന്ന് വിളിക്കാം. പുരസ്കാരങ്ങൾ നൽകി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ സന്തോഷിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ പ്രായോഗികമായി എന്ത് സാമ്പത്തിക പ്രതിരോധ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദേശ പുരസ്കാരങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മോദി ഒരു വിശ്വഗുരുവാണെന്നും ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുകയാണെന്നും സ്ഥാപിക്കാൻ ഭരണകക്ഷിയായ BJP ഈ പുരസ്കാരങ്ങളെ വൻതോതിൽ ഉപയോഗിക്കുന്നു. ഒരു വശത്ത് രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പരീക്ഷാ ക്രമക്കേടുകളും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുമ്പോൾ മറുവശത്ത് വിദേശ പുരസ്കാരങ്ങളുടെ തിളക്കം കാണിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത് സഹായിക്കുന്നു എന്നും വിമർശകർ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം പുരസ്കാരങ്ങൾ ആഗോളവേദിയിലെ ഇന്ത്യയുടെ യഥാർത്ഥ സ്വാധീനത്തെയല്ല കാണിക്കുന്നത്, മറിച്ച് PR ഏജൻസികളുടെ സഹായത്തോടെ നിർമ്മിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ മിഥ്യയെ മാത്രമാണ്. ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ നിർമ്മിക്കാൻ രാജ്യത്തിന്റെ വിദേശ നയത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും വ്യക്തികേന്ദ്രീകൃതമായി ഉപയോഗിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിന് അത്ര നല്ല സൂചനയല്ല നൽകുന്നത്. നയതന്ത്രം എന്നത് വ്യക്തികളെ പ്രകീർത്തിക്കാനുള്ളതല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ താൽപ്പര്യവും സംരക്ഷിക്കാനുള്ളതാകണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വിമർശിക്കുന്നു.